ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീസസ് ക്രൈസ്റ്റ് മലയാളം എന്ന പേരിൽ ഞാൻ തുടങ്ങിയിരിക്കുന്ന യൂട്യൂബ് പരമ്പരയുടെ 21-ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ ശ്രവിക്കുന്നത്. ഇത് എൻ്റെ മറ്റെല്ലാ പരമ്പരകളുടെയും എണ്ണം നോക്കിയാൽ 117-ാമത്തെ വീഡിയോയാണ്. ജീസസ് ക്രൈസ്റ്റ് മലയാളം എന്ന പേരിലുള്ള സീരിയലുകളിലെ 21-ാമത്തെ വീഡിയോയും. കഴിഞ്ഞ ഭാഗത്ത്, അതായത് ജീസസ് ക്രൈസ്റ്റ് മലയാളം എന്നതിലെ 20-ാം ഭാഗത്ത് നാം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം വായിച്ച് പൂർണ്ണമാക്കി. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിനോടുള്ള ആദരസൂചകമായി നമുക്ക് കുരിശിൻ്റെ അടയാളം വരച്ചുകൊണ്ട് വചനം ശ്രവിക്കാം. വചനം ഹൃദയത്തിൽ നിറയട്ടെ, ഹൃദയം നിറഞ്ഞു കവിയട്ടെ. നിറഞ്ഞു കവിയുന്ന വചനങ്ങൾ ശരീരം മുഴുവൻ, ആന്തരിക ശരീരം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് അത് ബാഹ്യശരീരത്തിലേക്കും കടന്നു വരട്ടെ. ചുണ്ടിലൂടെ, നാവിലൂടെ, വായിലൂടെ എന്ന് മാത്രമല്ല, കൈകളുടെ ചലനങ്ങളിലൂടെ, വിരലുകളുടെ ചലനങ്ങളിലൂടെ, മുഖത്തിൻ്റെ വിവിധ വികാരങ്ങളിലൂടെ അത് പ്രകടിതമാവട്ടെ. അവസാനം വചനമായി തീരാം. വിശ്വവചനമായ, വിശ്വസാഗരമായ ദൈവത്തിൽ ലയിക്കാം. ദൈവം വചനമാകുന്ന വിശ്വസാഗരമാണ്. ആ സാഗരത്തിൽ ഒഴുകിയെത്താൻ ശ്രമിക്കുന്ന പുഴകളല്ലായിരിക്കാം നമ്മൾ, ചെറിയ തടാകങ്ങളല്ലായിരിക്കാം, ഇനിയും ചെറിയ തോടുകളല്ലായിരിക്കാം, ഒരു ഗ്ലാസ്സിലെടുക്കാവുന്നത്രയും വെള്ളം പോലുമില്ലായിരിക്കാം. എന്തിനേറെ ഒരു സ്പൂണിലെടുക്കാവുന്നത്രയും വെള്ളം നമുക്ക് ഇല്ലായിരിക്കാം. കേവലം ഒരു തുള്ളി വെള്ളമായിരിക്കാം, വചനമായിരിക്കാം നമുക്ക് സ്വന്തമായിട്ടുണ്ടാവുക. ആ വചനങ്ങൾ ചേർന്ന്, തുള്ളികൾ ചേർന്ന് സമുദ്രമുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം കുഞ്ഞുകുട്ടികൾ കുടുക്കയിൽ പൈസ ഇടാറുണ്ടല്ലോ. പൈസ ഇടാൻ നമ്മൾ 1 രൂപയെങ്കിൽ 1 രൂപ കൊടുത്താൽ, നിത്യേന കൊടുക്കുകയാണെങ്കിൽ, നിത്യേനയുള്ള ഒന്നുകൾ ചേർന്ന് അത് 10 രൂപയോ 100 രൂപയോ 1000 രൂപയോ മഹാസാഗരം പോലെ എണ്ണാൻ പറ്റാത്ത 1 രൂപയോ ആയിത്തീരാം. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 1 രൂപ പോലും കൊടുക്കുന്നില്ലെങ്കിലോ, 0 രൂപകൾ ചേർന്നാൽ, 0 രൂപകൾ ചേർന്നാൽ, കണക്ക് പഠിക്കുന്ന ഏവർക്കും അറിയാം, 0ത്തോട് 0 ചേർന്നാൽ എന്നും 0 തന്നെയാണ്, മാറ്റമില്ലാതിരിക്കും. നമുക്ക് സ്വന്തമായി കിട്ടുന്നത് സമുദ്രത്തിലേക്ക് ലയിക്കുന്ന പുഴയ്ക്ക് സമാനമായ വെള്ളം നിറഞ്ഞ വചനങ്ങളില്ലായിരിക്കാം. മുമ്പ് പറഞ്ഞതുപോലെ തടാകത്തിന് സമാനമായോ, തോടിന് സമാനമായോ, ഒരു കുളത്തിന് സമാനമായോ, ഒരു ഗ്ലാസ്സിലുള്ള വെള്ളത്തിന് സമാനമായോ, ഒരു കുഞ്ഞു സ്പൂണിനുള്ളിലുള്ള വെള്ളത്തിന് സമാനമായോ ഉള്ള വചനം നമുക്കില്ല എങ്കിലും 1 രൂപയെങ്കിൽ 1 രൂപ, 5 പൈസയെങ്കിൽ 5 പൈസ,
നമുക്ക് നിക്ഷേപിക്കാം കുടുക്കയിൽ. എന്നെങ്കിലും ഒരിക്കൽ അത് മഹാസാഗരമായി മാറും. മഹാസാഗരമാകുന്ന വചനത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ലയിക്കുക എന്നാണ് അർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അനന്ത സന്തോഷത്തിൽ ലയിക്കുക എന്നർത്ഥം. അനന്ത സന്തോഷത്തിൽ ലയിക്കുന്നത് മരണത്തിന് ശേഷമല്ല എന്ന് ബോധ്യപ്പെടും ആ സാഗരത്തിന് അടുത്തേക്ക് എത്തിച്ചേരുന്നതിൻ്റെ തോതനുസരിച്ച്. അതുകൊണ്ട് വചനം ഹൃദിസ്ഥമാക്കാം. ഹൃദിസ്ഥമാക്കിയ വചനം ഒരു ചെവിയിലൂടെ കടന്ന് മറ്റു ചെവിയിലൂടെ കടന്നു പോവാതെ അത് ഫലം പുറപ്പെടുവിക്കട്ടെ. 100 അതിലേറെ മേനി കൊയ്തെടുക്കാൻ പറ്റുന്ന ഫലങ്ങൾ നമുക്ക് വിത്ത് പാകാം. വചനം വിത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല നിലത്ത് വീഴുന്ന വിത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വചനം ശ്രവിക്കാം. കുരിശു വരച്ചുകൊണ്ട് ആദരപൂർവം നമുക്ക് വിശുദ്ധ ബൈബിളിനെ സമീപിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കുരിശിൻ്റെ അടയാളം വരച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ 4-ാം അധ്യായം മുതലാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. വായിച്ച് കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കേൾവി ഹൃദയത്തിലെ അടിഞ്ഞുകൂടിയ അഴുക്കുകളെ, പാപങ്ങളെ മായ്ക്കുന്നതിൽ ഒരു ചെറിയ പങ്കെങ്കിലും വഹിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ദിവ്യബലി മധ്യേ വചനം ശ്രവിച്ച ശേഷം വൈദികൻ പറയുന്നത്, നമ്മൾ കേട്ട ഈ വചനങ്ങൾ നമ്മളെ നമ്മുടെ പാപമാലിന്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുമാറാകട്ടെ. ആ ചിന്തയോടുകൂടി വചനം ശ്രവിക്കാം. അശുദ്ധമായ ഏതെങ്കിലും ഒരു അശുദ്ധയായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ അശുദ്ധ ഭാഷണമല്ല ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. പകരം ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പല വസ്തുക്കളിലെ ഒരു വസ്തു വചനമാണ്. വചനമായി മാറാൻ ശ്രമിക്കാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വിതക്കാരൻ്റെ ഉപമ. അധ്യായം 4, 1 മുതലുള്ള വചനങ്ങൾ. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറി ഇരുന്നു. ഒന്നോർത്ത് നോക്കണം, ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ യുഗമായിരുന്നില്ല. ഇലക്ട്രിസിറ്റിയുടെയും ഇലക്ട്രോണിക്സിൻ്റെയും ഒരു യുഗമായിരുന്നില്ല. ഒരു മൈക്ക് പോലുമില്ലാതെ എത്രയോ പേരാണ് യേശുവിൻ്റെ വചനം ശ്രവിക്കാൻ കടന്നു വന്നതും വചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം വചനശ്രവണശേഷം തുടങ്ങിയതും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യങ്ങളെ നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഉള്ള അനുഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും ഇല്ലാതാവുമ്പോൾ മാത്രമാണ് ഇത്രയും നാൾ ഞാൻ ആ അനുഗ്രഹം അനുഭവിക്കുകയായിരുന്നല്ലോ എന്നോർക്കുന്നതും അതിന് ഞാൻ നന്ദി പറഞ്ഞില്ലല്ലോ എന്നോർക്കുന്നതും. ഒരിക്കൽ ഞാൻ ഖസാക്കിസ്ഥാനിലായിരുന്നപ്പോൾ എൻ്റെ ആ കമ്പനിക്ക് ഏറ്റവും വലിയ രേഖ എന്ന് പറയാവുന്ന എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്
അതുണ്ടാക്കുന്നതിന് വളരെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അതുണ്ടാക്കുന്നത്. അവിടുത്തെ നിയമപ്രകാരം അത് എൻ്റെ കൈവശം നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ വളരെയധികം വിഷമിച്ചു. പല സ്ഥലത്ത് കയറിയിറങ്ങി, എങ്ങു നിന്നും കിട്ടിയില്ല. അവസാനം അപ്രതീക്ഷിതമായി അവർ ഈ കാര്യങ്ങളെല്ലാം മെയിൻ ഓഫീസുമായി ബന്ധപ്പെടുത്തി പുതിയതുണ്ടാക്കി തരാനുള്ള പരിശ്രമങ്ങളിലായിരുന്നു. പല ദിവസങ്ങൾ എനിക്ക് നഷ്ടപ്പെടുമെന്നറിയാം, പല സ്ഥലത്ത് കയറി ഇറങ്ങേണ്ടി വരുമെന്ന് എനിക്കറിയാം, പല നഷ്ടങ്ങളുണ്ടെന്നറിയാം. അതിൻ്റെ ഒരുക്കം തുടങ്ങുന്ന ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് ഇത് എവിടെ നിന്നോ കളഞ്ഞു കിട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയാം എനിക്കുണ്ടാകാൻ പോകുന്ന സന്തോഷം എന്തുമാത്രമാണെന്ന്. തീർച്ചയായിട്ടും ഞാൻ സന്തോഷിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടാവാം. അന്നേ ദിനം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടാവാം. എൻ്റെ ചോദ്യം ഒന്ന് മാത്രമാണ്. കിട്ടിയ അന്ന് ഞാൻ നന്ദി പറഞ്ഞു, അതിൻ്റെ തലേ ദിവസം ഞാൻ നന്ദി പറഞ്ഞു. ആ തലേ ദിവസവും ഈ പറയുന്ന ഐഡൻറ്റിറ്റി കാർഡ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. രണ്ടാമത് മറ്റൊരു സുഹൃത്ത് മുഖേന അത് ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ വീണ്ടും നിത്യേന എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. എന്താണ് നഷ്ടപ്പെട്ടു പോയത്? കിട്ടിയപ്പോൾ മാത്രം സന്തോഷിച്ചത്. സന്തോഷിക്കാൻ എത്രയോ അവസരങ്ങളായിരുന്നു. അതിൻ്റെ തലേ ദിവസവും തലേ ദിവസവും അങ്ങനെ നിരവധിയായ തലേ ദിവസങ്ങളും. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അതുതന്നെ. അത്രയേറെ വിഷമിച്ചു ഞാൻ ഐഡൻറ്റിറ്റി കാർഡ് നഷ്ടപ്പെട്ടപ്പോൾ. അപ്പോൾ അതിന് സമാനമായ എത്രയോ അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിത്യേന ദൈവം നൽകിയിരിക്കുന്നു. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. നഷ്ടപ്പെട്ട് അത് തിരിച്ചു കിട്ടുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത്. എന്നാൽ ഇപ്പോഴേ നന്ദി പറഞ്ഞുകൂടെ? എൻ്റെ കൈവശം നിന്ന് അത് നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവമേ, അങ്ങയ്ക്ക് നന്ദി എന്നതിന് സമാനമായി എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ പലതുണ്ടാവും. നിങ്ങളുടെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ വീട് ആരും കൊള്ളയടിച്ചിട്ടില്ല, നിങ്ങളുടെ ആരും ആക്സിഡൻറ്റിൽ ഇന്നേ ദിനം മരിച്ചിട്ടില്ല, നിങ്ങളും മരിച്ചിട്ടില്ല, ഞാനും മരിച്ചിട്ടില്ല. നന്ദി പറയാൻ വാക്കുകൾ പോരാ എന്ന് പറയുന്ന ആ പാട്ട് തീർച്ചയായിട്ടും അന്വർത്ഥമാണ്. ദൈവമേ, അങ്ങ് ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അത് ഓരോരോ കാര്യങ്ങളെ പ്രതി പറയാൻ തുടങ്ങിയാൽ അനന്തമായി നീളുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണ്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണ്. ഞാനോ നിങ്ങളോ ഇന്നുവരെ ദൈവം നൽകിയിരിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസത്തിന്, ഈ ഓക്സിജന്, ഈ വായുവിനെ പ്രതി നന്ദി പറഞ്ഞിട്ടില്ല. കൊറോണയുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും ഒരു വാട്സപ്പ് മെസ്സേജ് ശ്രവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആ വാട്സപ്പ് മെസ്സേജിൽ എന്തായിരുന്നു ആ വൃദ്ധനായ വ്യക്തി നമ്മളോട് പറഞ്ഞത്. വൃദ്ധനാണ്,
കൊറോണ വൈറസ് പിടിപെട്ടു, ICUവിലായി, മരണത്തോടടുത്തു, വെന്റിലേറ്ററിലായി. നമുക്ക് ചുറ്റും വായുവുണ്ട്, വായുവിൽ ഓക്സിജനുണ്ട്. ആവോളം ആസ്വദിച്ച് നാം ഓക്സിജൻ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ചിന്ത പോലുമില്ലാതെ ഉള്ളിലേക്ക് ഓക്സിജൻ എടുത്തുകൊണ്ടേയിരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഓക്സിജന് വേണ്ടി പണം കൊടുക്കേണ്ടി വന്നു എന്നാണല്ലോ നമ്മൾ ആ വാട്സപ്പ് മെസ്സേജിൽ വായിച്ചു കേട്ടത്. ഭാഗ്യത്തിന് അദ്ദേഹം സുഖം പ്രാപിച്ചു പുറത്തു വന്നു. പൈസയുടെ ഹോസ്പിറ്റലിലെ ബില്ല് അടയ്ക്കേണ്ട സമയത്ത് വലിയൊരു തുക വരും എന്നറിയാം. കാരണം നിരവധി ദിവസം സാധാരണ ഹോസ്പിറ്റലിലല്ല കിടന്നത്, ICUവിലാണ് കിടന്നത്, അവിടെയും വെന്റിലേറ്ററിലാണ് കിടന്നത്. അപ്പോൾ നമുക്കറിയാം എന്തുമാത്രം തുകയാകുമെന്ന്. വലിയൊരു തുകയായി. തുക കണ്ടു, അദ്ദേഹം കരഞ്ഞു എന്നാണ് വാട്സപ്പ് മെസ്സേജിൽ നമ്മൾ വായിക്കുന്നത്, അല്ലേ? തുടർന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? ഞാൻ കരഞ്ഞത് ഈ വലിയ തുക കണ്ടല്ല, പിന്നെന്ത് കണ്ടാണ് കരഞ്ഞത്? ഇത്രയും നാളും എനിക്ക് ഔദാര്യമായി, ഫ്രീ ആയി, എനിക്ക് ചുറ്റും ഓക്സിജൻ കിടന്നിരുന്നു, വായു കിടന്നിരുന്നു. ഞാൻ മതിമറന്ന് ആസ്വദിച്ച് ഓക്സിജൻ സ്വീകരിച്ചു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളി. ദൈവം ഇത്രയും നാൾ നൽകിയ ഓക്സിജനെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഇന്നോളം നന്ദി പറഞ്ഞില്ല. ഒരു ദിവസം ഓക്സിജൻ്റെ വില എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ദൈവം എന്നെ ആശുപത്രിയിലാക്കി, ICUവിലാക്കി, വെന്റിലേറ്ററിലാക്കി. എനിക്ക് കൃത്രിമമായി ഓക്സിജൻ തരേണ്ടി വന്നു. അപ്പോഴാണ് ദൈവം ഇതുവരെ തന്നുകൊണ്ടിരുന്ന ഓക്സിജൻ്റെ വില അറിഞ്ഞത്. അന്ന് ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി പറഞ്ഞു. ദൈവമേ, ഇന്നോളം എനിക്ക് തന്നിരുന്ന ഓക്സിജനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നുവെന്ന്. മുമ്പ് പറഞ്ഞതുപോലെ കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിൻ്റെ വില അറിയുന്നത്. നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നഷ്ടപ്പെട്ട വസ്തുവിൻ്റെ വിലയറിയുന്നത്. ഓക്സിജൻ ഇല്ലാതാവുമ്പോഴാണ് ഓക്സിജൻ്റെ വിലയറിയുന്നത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഇല്ലായ്മയിൽ നിന്ന് എനിക്കിതാ ദൈവം ഐഡൻറ്റിറ്റി കാർഡ് തന്നിരിക്കുന്നു. എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എൻ്റെ പോക്കറ്റിലുണ്ട്, എൻ്റെ പേഴ്സിലുണ്ട് എന്ന് പറഞ്ഞ് നഷ്ടപ്പെടാതിരിക്കുന്ന സമയത്തും ദൈവത്തെ സ്തുതിക്കുന്നതാണ് ക്രൈസ്തവീയത. നഷ്ടപ്പെടാതിരിക്കുന്ന സമയത്തും ഓക്സിജൻ കിട്ടുന്നതിനെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നതാണ് ക്രൈസ്തവീയത. ആരുമറിയാതെ ഇപ്രകാരം ഓരോരോ ആനന്ദങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, കണ്ണ് കൊണ്ട് കാഴ്ച കാണുമ്പോൾ നാം ആർക്കും ഒരിക്കലും ദൈവത്തെ സ്തുതിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഒരു നിമിഷം ഈ വചനപ്രഘോഷണത്തിന് ശേഷം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷാത്മകമായ കാര്യങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണെന്ന് കരുതുക. ഇതുപോലെ 3-4 കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലേ? നിങ്ങൾ അതിനെ പ്രതി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കൂ എന്ന് പറഞ്ഞ് ഈ വചനപ്രഘോഷണത്തിന് ശേഷം അപ്രകാരം ചെയ്യൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യും. പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞ പ്രകാരം 3-4 ആയിരിക്കില്ല സ്തുതിക്കാൻ പോകുന്നത്. അത് അനന്തമായി നീളും. അത്രയേറെ നന്മകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള വചനഭാഗം നമുക്ക് ശ്രവിക്കാം. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു.
അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. മനോഹരമായ ഉപമകളിൽ ഒന്ന്. എല്ലാം ഉപമകളിലൂടെ യേശു നമ്മോട് സംസാരിച്ചു. ലിയോ ടോൾസ്റ്റോയുടെ കഥകളെ വെല്ലുന്ന ഉപമകൾ, ഷേക്സ്പിയറുടെ നാടകങ്ങളെ വെല്ലുന്ന മനോഹരമായ കഥകൾ. അദ്ദേഹം നാടകമാണ് എഴുതിയതെങ്കിൽ ആ നാടകത്തിലെ കഥകളെ വെല്ലുന്ന മനോഹരമായ കഥകളെല്ലാം നമുക്ക് ഒരു സന്ദേശം നൽകിക്കൊണ്ട് ജീവിതം മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടാൻ സാധ്യമാകുന്ന മനോഹരമായ ഉപമകൾ. ആ ഉപമകളെ നമ്മൾക്ക് ആലിംഗനം ചെയ്ത് ആ ഉപമകൾക്കനുസരിച്ച് ജീവിതം നയിക്കാം. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ, ഒരു വിതക്കാരൻ വിതക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്തു വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. എന്തുകൊണ്ടും ഇന്നത്തെ വചനഭാഗം നമ്മെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. രണ്ട് തരം നിലങ്ങളിൽ വിത്ത് വീഴുന്നത് നാം കണ്ടു. തുടർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം, പല പ്രാവശ്യം നമ്മളിത് കുർബാന മധ്യേ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. 4 സ്ഥലം നിലത്ത് 4 തരം ഭാഗത്ത് വിത്ത് വീഴുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേട്ടത് 2 സ്ഥലത്ത് വിത്ത് വീണതായിട്ടാണ്. ഒന്നാമതായി നമ്മൾ കേട്ടത് വഴിയരികിൽ വീണു എന്ന് പറഞ്ഞാണ്. നമുക്ക് ചിന്തിക്കാം, നാം വഴിയരികിൽ വീണ വിത്തായി മാറുകയാണോ? അതിന് സംഭവിച്ച ദൂഷ്യങ്ങൾ നമുക്കറിയാം. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. ഒരുപക്ഷേ നമ്മളിൽ ചിലരെങ്കിലും വചനം ശ്രവിക്കുകയും കാലാതികാലമായി ശ്രവിക്കുകയും പക്ഷികളാൽ വചനം കൊത്തപ്പെട്ട് ഒരു വചനവും ഫലം തരാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരു വിശുദ്ധമായ ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ ക്രൈസ്തവീയത വളരാത്തത്. കേരളത്തിലെ, ഇന്ത്യയിലെ ക്രിസ്തുമതത്തിന് കൂടുതലായിട്ടുള്ള വേരുകൾ കിട്ടാത്തത്, അതിന് വളർച്ച കിട്ടാത്തത്. എൻ്റെയും നിങ്ങളുടെയും കുട്ടിക്കാലത്ത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രായമോ എന്നേക്കാൾ പ്രായമുള്ളവരുടെ കുട്ടിക്കാലത്ത്, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന എന്നെപ്പോലുള്ളവരുടെ അല്ലെങ്കിൽ എന്നേക്കാൾ ഇത്തിരി കൂടി പ്രായമുള്ളവരുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്ക് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ ശതമാനവുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 2ൽ ചില്ലുവാനം. പടിപടിയായി പുരോഗതി നേടി ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യേശുവിൻ്റെ വചനം പ്രഘോഷിക്കാൻ നിരവധി പേരുണ്ട്. നിരവധി പേർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിരവധി പേർ അതിൽ കേൾക്കുന്നുണ്ട്. യേശു കൂടി പറഞ്ഞത് അപ്രകാരം തന്നെയാണ്. എൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിക്കുക. ആ ധർമ്മവുമായി ബന്ധപ്പെട്ട് എത്ര വർഷങ്ങളായി ഇന്ത്യയിൽ നമ്മൾ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട്.
എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിരുന്നത് 2% കൂടുതൽ, 2.5 എന്നാണ് ഞാൻ കരുതുന്നു. അന്നത്തെ കണക്ക് കൃത്യം ഓർമ്മയില്ല. വർദ്ധിച്ച് ഇന്ന് എത്രയാണ് കണക്ക്? ഞാനിപ്പോൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എനിക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വീഡിയോ യൂട്യൂബ് അപ്ലോഡിങ്ങാണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. ഒരിക്കൽ ഞാനൊരു വചനപ്രഘോഷണം നടത്തുന്ന സമയത്ത് ഈ ചോദ്യം ചോദിച്ചിരുന്നു. പലർക്കും കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റിയില്ല. അന്ന് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ശതമാനം 2.5 ആയിരുന്നു. ഇന്ന് എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. 1-2 പേർ ഉത്തരം പറഞ്ഞു. 3 പറഞ്ഞവരുണ്ട്, 4 പറഞ്ഞവരുണ്ട്. സ്വാഭാവികമായിട്ടും അപ്രകാരം ഉത്തരം പറയണം, അത്തരം ശതമാനക്കണക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് അവർ സംസാരിച്ചത്. പക്ഷേ എന്താണ് വാസ്തവം? ഇന്നും ഇന്ത്യയിലെ ജനസംഖ്യയിലെ 2% മാത്രം തന്നെയാണ് ക്രൈസ്തവർ. അവരിൽ എത്ര പേർക്ക് തീക്ഷ്ണതയുണ്ട്? പേരിന് മാത്രം ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന നിരവധി പേരുടെ എണ്ണമാണ് ഈ 2% എന്ന് പറയുന്നത്. ഈ പേരിന് മാത്രം ജീവിക്കുന്നവർ കൂടുന്നതിൻ്റെ തോതനുസരിച്ചാണ് 2%, 3% ആവാത്തതും അതിൻ്റെ മേൽപോട്ടാവാത്തതും. തീക്ഷ്ണതയില്ല. ജനിച്ചു ക്രിസ്ത്യാനിയായി, ഏതോ ഒരു അപ്പൻ്റെ അമ്മയുടെ മകളായി ജനിച്ചു, പള്ളിയിലിടക്ക് പോകുന്നു, വരുന്നു, കുറ്റം പറയേണ്ട സമയത്ത് കുറ്റം പറയുന്നു, അങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്രകാരം ഒരു ജീവിതത്തിന് വേണ്ടിയല്ല യേശുക്രിസ്തു നമ്മളോട് എൻ്റെ വചനം ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞത്. മൈക്കിലൂടെ പ്രസംഗിക്കാൻ സാധിച്ചില്ലെങ്കിലും വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ പ്രസംഗിക്കാൻ സാധിച്ചില്ലെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലെ വലിയ സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ സാധിച്ചില്ലെങ്കിലും ജീവിതം കൊണ്ട് പ്രസംഗിക്കുന്ന നാവും ചുണ്ടും വായും അടച്ചു പിടിച്ചുകൊണ്ട് കൈകളുടെ ചലനങ്ങളിലൂടെ, വിരലുകളുടെ ചലനങ്ങളിലൂടെ, ചുക്കിച്ചുളിഞ്ഞ മുഖത്തിൻ്റെ ചലനങ്ങളിലൂടെ വചനമായി മാറുന്ന മദർ തെരേസയെ പോലുള്ള വിശുദ്ധകൾ നിരവധിയുണ്ട്. അവർ കൂടുതലും മൈക്കുകൾക്ക് മുമ്പിലല്ല, ക്യാമറകൾക്ക് മുമ്പിലല്ല, വീഡിയോകൾക്ക് മുമ്പിലല്ല. അതും വചനപ്രഘോഷണത്തിൻ്റെ മറ്റൊരു മുഖമാണ്. വിശുദ്ധ മദർ തെരേസയെ കണ്ട് എത്രയോ പേർ ക്രൈസ്തവീയതയിലേക്ക് കടന്നു വന്നിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറിയിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് വിശുദ്ധ മദർ തെരേസയുടെ മരണത്തിന് ശേഷം ആ സഹോദരിമാരുടെ, ഉപവികളുടെ സഹോദരിമാർ എന്നാണല്ലോ അവരറിയപ്പെടുന്നത്, ആരായിരിക്കും ഇനി മദർ ജനറൽ എന്നൊരു ചോദ്യം രൂപപ്പെട്ടിരുന്നു. ആ ചോദ്യങ്ങൾക്ക് വിലങ്ങ് തടിയായി ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ മദർ ജനറലിനെ തിരഞ്ഞെടുത്തു മരണശേഷം, വിശുദ്ധ മദർ തെരേസയുടെ മരണശേഷം. ആരായിരുന്നു പുതിയ മദർ? സിസ്റ്റർ നിർമ്മല അല്ലേ? ഇനി എൻ്റെ ചോദ്യം, ആരായിരുന്നു സിസ്റ്റർ നിർമ്മല? അവിശ്വസനീയമാണ് സിസ്റ്റർ നിർമ്മലയെക്കുറിച്ച് പറഞ്ഞാൽ. സിസ്റ്റർ നിർമ്മല ഒരു ക്രിസ്ത്യാനിയേ ആയിരുന്നില്ല, ഒരു ബ്രാഹ്മണ യുവതിയായിരുന്നു. ഒരിക്കൽ പോലും സിസ്റ്റർ നിർമ്മല യുവതിയായിരുന്ന സമയത്ത് ഘോരഘോരം മൈക്കിലൂടെ പ്രസംഗിക്കുന്ന മദർ തെരേസയെ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത്
മദർ തെരേസയുടെ ചുക്കിച്ചുളിഞ്ഞ മുഖത്ത് പ്രതിഫലിക്കുന്ന യേശുവിൻ്റെ മുഖമായിരുന്നു. നാം മദർ തെരേസയെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപങ്ങളിലൊന്ന് ചുക്കിച്ചുളിഞ്ഞ കവിളുകളാണ്. അവിടെ യേശുവിനെ കണ്ടവർ നിരവധിയായിരുന്നു. മുമ്പ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വചനം ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ശരീരത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ് അത് പുറത്തോട്ടൊഴുകുമ്പോൾ പുറത്തേക്ക് കടന്നു വരുന്ന കുറച്ച് അവയവങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ആദ്യം തുടങ്ങിയത് ഞാൻ വായിലൂടെ പുറത്തേക്ക് വരുന്നു, ചുണ്ടിലൂടെ പുറത്തേക്ക് വരുന്നു, നാവിലൂടെ പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞതിനോടൊപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കൈകളിലൂടെ പുറത്തേക്ക് വരുന്നു, വിരലുകളിലൂടെ പുറത്തേക്ക് വരുന്നു, മുഖത്തിലൂടെ പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു. എത്ര മനോഹരമായ സ്പർശനങ്ങളായിരുന്നു മദർ തെരേസ ദരിദ്രരുടെ മേൽ കൈവയ്ക്കുമ്പോൾ ഉണ്ടായിരുന്നത്. യേശുവിൻ്റെ സ്പർശനങ്ങളായി അത് മാറുകയായിരുന്നു. വലിയ മൈക്കിലൂടെയുള്ള വചനപ്രഘോഷണങ്ങൾക്ക് മദർ തെരേസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ നിരവധി പേർ യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചു മദർ തെരേസയുടെ അടഞ്ഞ ചുണ്ടിലൂടെയും വിടർന്നിരിക്കുന്ന കൈകളിലൂടെയും. എപ്പോഴും കൈകൾ അനുഗ്രഹിക്കാനായും തലോടാനായും സജീവമായിരുന്നു, അത് പ്രവർത്തനക്ഷമമായിരുന്നു. അപ്രകാരം തന്നെ മുഖവും ചുക്കിച്ചുളിഞ്ഞതാണ് മുഖവുമെങ്കിലും അവിടെ സ്നേഹം സ്ഫുരിക്കുന്ന, സ്നേഹം കാണാൻ സാധിക്കുന്ന, കരുണ കാണാൻ സാധിക്കുന്ന ഒരു മുഖമുണ്ടായിരുന്നു. അത് പ്രകാശിക്കുകയായിരുന്നു. ഉള്ളിൽ കിടക്കുന്ന യേശു പ്രകാശിക്കുമ്പോൾ, പ്രകാശമായ യേശു പ്രകാശിക്കുമ്പോൾ അത് മുഖത്ത് പ്രതിഫലിക്കുന്നതിൻ്റെ ഫലമായാണ് സിസ്റ്റർ നിർമ്മല എന്ന ബ്രാഹ്മണ യുവതി ആകൃഷ്ടയായത്. അല്ലാതെ ഒരു വചനപ്രഘോഷണവും കേട്ടായിരുന്നില്ല. അപ്രകാരം ആകർഷിക്കപ്പെട്ട് യേശുവിൻ്റെ മണവാട്ടിയായി മാറിയ സിസ്റ്റർ നിർമ്മല സാധാരണ ഒരു കന്യാസ്ത്രീയായി ജീവിച്ച് മരിക്കുകയല്ല ചെയ്തത്. ഒരു കോൺഗ്രിഗേഷൻ്റെ, ഒരു സന്യാസിനി സഭയുടെ തലപ്പത്തെത്തി എന്ന് പറയരുത്. വിശുദ്ധയായ മദർ തെരേസയുടെ പിൻഗാമിയായി എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ വിലയും നിലയും മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ക്രൈസ്തവരല്ലാതെ ജനിച്ച് ക്രൈസ്തവരായി മാറുമ്പോഴാണ് ക്രൈസ്തവീയതയിലെത്തുമ്പോഴുള്ള ആനന്ദം മനസ്സിലാക്കുന്നത്. നാം ആ ആനന്ദം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ജനനം മുതൽ ഏതോ ഒരപ്പൻ്റെ അമ്മയുടെ മകനായി ജനിച്ചു, മകളായി ജനിച്ചു. അതുകൊണ്ട് അതിനെ ഓർത്ത് നാം സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, നന്ദി പറയുന്നില്ല. മുമ്പേ പറഞ്ഞതുപോലെ ഓക്സിജൻ സ്ഥിരമായി നമുക്ക് കിട്ടുന്നത് കൊണ്ട്, ഫ്രീ ആയി കിട്ടുന്നത് കൊണ്ട്, നാം നിൽക്കുന്ന പ്രദേശം മുഴുവൻ ഓക്സിജൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട്, ഓക്സിജൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓക്സിജനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, നന്ദി പറയുന്നില്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, നന്ദി പറയുന്നത്? ICUവിൽ കിടന്നതിന് ശേഷം, വെന്റിലേറ്ററിൽ കിടന്നതിന് ശേഷം ഓക്സിജന് വേണ്ടി ഒരു പ്രത്യേക സിലിണ്ടർ തയ്യാറാക്കി അതിലൂടെ ഓക്സിജൻ തന്നതിന് ശേഷം നമ്മൾ സുഖപ്പെട്ട്, ആ വൃദ്ധൻ സുഖപ്പെട്ട് തിരിച്ചു വരുന്നത് പോലെ തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിലെ ബില്ലടക്കാൻ നമ്മുടെ കൈവശം ഒരു പണത്തിൻ്റെ രസീതുമായി വരുമ്പോൾ അതിലൊരു വലിയ എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും. അത് കാണുമ്പോഴാണ് നാം സ്തുതിച്ചു പോകുന്നത്. കയ്യിൽ പൈസയില്ല എന്നിട്ടില്ല, ആ വൃദ്ധൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. പക്ഷേ ആ വൃദ്ധൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രു ആ സമയത്ത് വരാനുണ്ടായ കാരണം, ഇത്രയും നാൾ ഞാൻ സ്തുതിച്ചില്ലല്ലോ, ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയ ഓക്സിജൻ ഉള്ളപ്പോൾ ഓക്സിജൻ്റെ വില അറിയുന്നില്ല, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയുന്നില്ല, ഐഡൻറ്റിറ്റി കാർഡ് ഉള്ളപ്പോൾ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ വില അറിയുന്നില്ല. വീട്ടിൽ അലമാരയിൽ നിന്ന് മോഷണം നടക്കാത്തിടത്തോളം കാലം നഷ്ടപ്പെട്ടു പോകുന്ന വസ്തുക്കളെ ഓർത്ത്
നാം ദൈവത്തെ സ്തുതിക്കുന്നില്ല. നഷ്ടപ്പെടാതെ വീട്ടിലിരിക്കുന്ന വസ്തുക്കളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നില്ല. അപ്രകാരം തന്നെ ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ നില അറിയുന്നില്ല. പകരം അറിഞ്ഞത് ആരൊക്കെയാണ്? ബ്രാഹ്മണ യുവതിയായി ജനിച്ച സിസ്റ്റർ നിർമ്മലയെപ്പോലുള്ളവരറിഞ്ഞു. വിശുദ്ധ പത്രോസായി മാറിയ സാവൂൾ അറിഞ്ഞു. സിസ്റ്റർ നിർമ്മലയ്ക്ക് തുല്യമല്ലേ വിശുദ്ധ പത്രോസ്? സിസ്റ്റർ നിർമ്മലയെ ഒരുപടി മറികടക്കുന്ന വ്യക്തിയല്ലേ വിശുദ്ധ പൗലോസ്? സിസ്റ്റർ നിർമ്മല സാധാരണ ഒരു ബ്രാഹ്മണ യുവതിയായിരുന്നുവെങ്കിൽ വിശുദ്ധ പത്രോസ് മറ്റൊരു മതത്തിനായിരുന്നു എന്ന് പറഞ്ഞ് നിർത്തരുത്, ഒരു ഭീകരനായിരുന്നു എന്ന് പറയണം. യേശുവിൻ്റെ സഭയെ പീഡിപ്പിക്കുന്ന, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു ഭീകരനായിരുന്നു. ആ വ്യക്തി മനസ്സ് തിരിഞ്ഞ് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നപ്പോൾ സാധാരണ ഒരു ക്രിസ്ത്യാനിയായല്ല ജീവിച്ചത്, സാധാരണ ഒരു പുരോഹിതനെ പോലെയല്ല ജീവിച്ചത്, വിശുദ്ധനായി മാറുകയായിരുന്നു. യേശു ക്രിസ്തുവിന് 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു അപ്പോസ്തലൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന അത് ഏത് വ്യക്തിയുടെ, ഏത് വിശുദ്ധൻ്റെ പേരാണ്? വിശുദ്ധ പത്രോസിനെ ആവട്ടെ, വിശുദ്ധ യോഹന്നാനെ ആവട്ടെ, വിശുദ്ധ മാർക്കോസിനെ ആവട്ടെ, വിശുദ്ധ ലൂക്കയെ ആവട്ടെ, വിശുദ്ധ യൂദയെ ആവട്ടെ, നമുക്ക് വിശേഷിപ്പിക്കണമെങ്കിൽ ആ പേര് കൂടി പറഞ്ഞാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധ സ്നാപക യോഹന്നാൻ അല്ലെങ്കിൽ വിശുദ്ധ പത്രോസ്. എന്നാൽ വിശുദ്ധ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ വെറും അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ തിരിച്ചറിയുകയാണ്. അതായത് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ വെറും ക്രിസ്ത്യാനിയായല്ല ജീവിച്ചത്, ഏറ്റവും വലിയ മുതിർന്ന ക്രൈസ്തവ ജനതയ്ക്ക് രണ്ടാമത് കുറച്ച് തത്വശാസ്ത്രങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയായി വിശുദ്ധ പൗലോസ് മാറുകയായിരുന്നു. ഒരു ജ്ഞാനവുമില്ലാതെ ഭീകരപ്രവർത്തനം മാത്രം നടത്തിയിരുന്ന വിശുദ്ധ പൗലോസിന്, സാവൂളിന് വിശുദ്ധ പൗലോസായി മാറാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഒരുപാട് ഭീകരന്മാരെക്കുറിച്ച് നമ്മൾ നിത്യേന വായിക്കുന്നുണ്ട്. ചില ഗ്രന്ഥങ്ങൾ വായിച്ച് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെട്ട ഭീകരന്മാർ. നമ്മൾക്കിനി അവരെ ഭീകരന്മാർ എന്ന് വിളിക്കാനാവുമോ? നാളെ അവർ വിശുദ്ധരായി മാറാൻ പോവുകയാണ്. യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, കരുണ തിരിച്ചറിഞ്ഞ്, യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവർ കടന്നു വരുമ്പോൾ ബ്രാഹ്മണ യുവതി സിസ്റ്റർ നിർമ്മലയായതുപോലെ ഭീകരനായ സാവൂൾ വിശുദ്ധ പൗലോസായി മാറിയതുപോലെ, സാധാരണ വിശുദ്ധ പൗലോസ് എന്ന് പറയരുത്, വിശുദ്ധ പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു, ആ മാർപ്പാപ്പയെയും വെല്ലുന്ന വിശുദ്ധനായി മാറി എന്നുള്ളതാണ് സത്യം. ആ അവസ്ഥയിലേക്ക് മാറാനായി ഇതാ കുറച്ച് ഭീകരന്മാർ ഭീകരപ്രവർത്തനം നടത്തുന്നുണ്ട്. നമുക്ക് ഇനി അവരെ ഭീകരൻ എന്ന് വിളിക്കുന്നത് ശരിയാവില്ല. അവർ ഈ നിമിഷം മനസ്സ് മാറുന്നതിൻ്റെ, ആത്മീയതയിലേക്ക് തിരിയുന്നതിൻ്റെ, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതിൻ്റെ, ഇനി ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ഇനി പാപം ചെയ്യുകയില്ലെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി പാപമോചനം നൽകാൻ അധികാരമുള്ള യേശുവിൻ്റെ നല്ല മക്കളായി മാറുന്നൊരു കാഴ്ച അനധിവിദൂരതയിലല്ല നാം കാണാൻ പോകുന്നത്, വളരെ അടുത്തായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കതിനു വേണ്ടി ആ ഭീകരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും ഭീകരൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു പോയി, തെറ്റാണ് ആ വാക്ക്. നല്ല കള്ളൻ എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാമോ? യേശുവിനോടൊപ്പം ക്രൂസിൽ
മരിച്ചത് വേറെ 2 കള്ളന്മാർ കൂടിയായിരുന്നു. വലതുവശത്തും ഇടതുവശത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിലൊരു കള്ളനെ നാം ചിലപ്പോഴൊക്കെ നല്ല കള്ളനെന്ന് വിളിക്കാറുണ്ട്. കള്ളൻ എന്നുള്ള വാക്കിന് ഇനി അർത്ഥമുണ്ടോ? ആ കള്ളൻ യേശുവിനോട് പറഞ്ഞത്, അവസാനം പറഞ്ഞത്, അങ്ങ് പർദീസയിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. മറ്റേ കള്ളൻ ദുഷിച്ചു പറയുകയായിരുന്നു ചെയ്തത്. മരണത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിൽ എത്തിയിട്ട് പോലും പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാതെ ഇനിയെങ്കിലും ചെയ്യുകയില്ലെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി ജീവിച്ചിരുന്നെങ്കിൽ ആ മോശപ്പെട്ട കള്ളനും ഇന്ന് പർദീസയിലെത്തുമായിരുന്നു. ആ പർദീസയിലെത്തിയ കള്ളനെ നമുക്ക് കള്ളനെന്ന വാക്കോടുകൂടി സംബോധന ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹം സ്വർഗത്തിലാണ്. സ്വർഗത്തിലുള്ളവർ വിശുദ്ധരാണ്. സ്വർഗത്തിലുള്ളവർ മാലാഖമാരാണ്. അപ്പോൾ കള്ളൻ എന്നുള്ള പദത്തിന് അർത്ഥമില്ല. ഇന്ന് ഭീകരപ്രവർത്തനം നടത്തുന്നവരെ ഭീകരൻ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ നാണം കെട്ടുപോകും. ബൈബിളിൽ ചില സ്ഥലത്ത് വേശ്യ എന്നുള്ള പദമുണ്ട്. പല സ്ത്രീകളെ, വേശ്യകളായിരുന്ന സ്ത്രീകളെ യേശു പാപമോചനം നൽകി വിശുദ്ധകളായി മാറ്റിയിട്ടുണ്ട്. എന്ന് യേശുവിനെ കണ്ടുവോ, യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ വീണുവോ, പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൃഢപ്രതിജ്ഞയോടുകൂടി ഒരു ജീവിതം തുടങ്ങിയോ, യേശു അവർക്ക് പാപമോചനം കൊടുത്തു. ആദ്യ പുരോഹിതനായ യേശു പാപമോചനം കൊടുത്തു. ഇനി അവരെ വേശ്യ എന്നുള്ള പദത്തിൽ വിളിക്കാമോ? പാടില്ല. അവർ സ്വർഗത്തിലെ വിശുദ്ധകളിൽ ഒരാളായി മാറിയിരിക്കുന്നു. കുംഭസാരം എന്ന കൂദാശ സ്വീകരിച്ച് പുറത്തിറങ്ങുന്നവർക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം അതാണ്. ഇന്നലെ വരെ പാപിയായിരുന്നു, ഇന്നലെ വരെ ഭീകരനായിരുന്നു, ഇന്നലെ വരെ അഴുക്കായിരുന്നു. ഇന്ന് കുംഭസാരക്കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ശുദ്ധിയോടെ ഇറങ്ങുന്നു. ശുദ്ധിയുള്ളവനെ തൊട്ടാൽ ശുദ്ധിയില്ലാത്തവൻ്റെയും അശുദ്ധി ലേശം ശുദ്ധിയായി മാറില്ലേ? നമുക്ക് ശുദ്ധിയിൽ സ്പർശിക്കാൻ ശ്രമിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കാം. കുംഭസാരക്കൂടിൽ നിന്ന് ലഭ്യമാകുന്ന മഹാത്ഭുതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അശുദ്ധതകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇനി വേശ്യ എന്ന പദത്തിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കള്ളൻ എന്നുള്ള വാക്കിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഭീകരൻ എന്നുള്ള വാക്കിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുംഭസാരക്കൂടുകളെ സമീപിക്കാം. നമുക്ക് പാപമോചനം ലഭ്യമാവുവാൻ ഒന്നാമത്തെ പുരോഹിതൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പുരോഹിത വൃന്ദങ്ങളിലെ ഇന്നത്തെ തലമുറയിലെ നിരയാണ് ഇന്നത്തെ പുരോഹിതർ. അവരെ ബഹുമാനപൂർവം കുംഭസാരക്കൂടിൽ യേശുവിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് പാപമോചനം ഏറ്റുവാങ്ങാം. തീർച്ചയായിട്ടും ലഭ്യമാകുന്ന ഔദ്യോഗികമായ പാപമോചനമാണത്. പലർക്കും മരണത്തിന് മുമ്പ് പാപമോചനം കിട്ടിയോ എന്നുള്ള വേദനയോടുകൂടിയാണ് മരിക്കുന്നത്. ചിലർ പാപമോചനത്തിനായി ചില നദികളിൽ പോയി കുളിക്കുന്നു. ചിലർ പാപമോചനത്തിനായി വിമാനത്തിലും മറ്റും പറന്ന് മറ്റൊരു രാജ്യത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, കല്ലെറിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ നിർവഹിച്ചിട്ട് തിരിച്ചു വരുന്നു, പാപമോചനം കിട്ടി എന്നുള്ള ധാരണയോടുകൂടി. അവർ കൂടി യഥാർത്ഥ പാപമോചനം തിരിച്ചറിയാൻ ഇടവരട്ടെ. നമുക്ക് വിശുദ്ധ വചനത്തിലേക്ക് തുടർന്ന് പ്രവേശിക്കാം. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ
വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. ഓർത്തിരിക്കുക, ഈ വീഴുന്ന വിത്തുകളെല്ലാം യഥാർത്ഥ ഫലം തരാത്ത സ്ഥലങ്ങളിലാണ് വീഴുന്നത്. വിത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന വചനമാണ്. ഞാൻ വായിക്കാൻ പോകുന്ന വചനങ്ങളാണ് വിത്തുകൾ. അത് വഴിയരികിൽ വീഴരുത്, മണ്ണ് അധികമില്ലാത്ത സ്ഥലത്ത് വീഴരുത്. പാറപ്പുറത്ത് വീണതാൽ ഒരുപക്ഷെ ഒരു ദിവസം അത് വിത്ത് മുള പൊട്ടി വന്നെന്നിരിക്കാം. പക്ഷെ മണ്ണ് കുറവാണ്, അത് നിശ്ചിത മണിക്കൂറുകൾക്കുള്ളിൽ വെയിലേറ്റ് വാടിപ്പോകും, നശിച്ചു പോകും. അപ്പോൾ ഏത് രീതിയിൽ എവിടെ വീഴേണ്ട വിത്താവണമെന്ന് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധ്യമാകും. നമുക്ക് അതിനുവേണ്ടി കാതോർക്കാം. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അങ്ങനെ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിച്ച ചില വ്യക്തികളുടെ പേരാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. വിശുദ്ധ മദർ തെരേസ എന്നും സിസ്റ്റർ നിർമ്മല എന്നും വിശുദ്ധ പൗലോസ് എന്നും വിശുദ്ധ പത്രോസ് എന്നും ഒക്കെ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്കും 30 മേനിയും 60 മേനിയും 100 മേനിയും വിളവ് തരുന്ന നല്ല ഫലങ്ങളായി മാറാം. അതിനുവേണ്ടി നല്ല നിലത്ത് വീഴാം, നല്ല വചനങ്ങളെ ഉൾക്കൊള്ളാം, നല്ല വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. വചനങ്ങൾ കേൾക്കുകയും പെട്ടെന്ന് തന്നെ പക്ഷികൾ വന്ന് കൊട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ പക്വതയില്ലാത്തവരായി ജീവിക്കാതെ, അടിത്തറയില്ലാതെ കല്ലിന്മേൽ വീഴുന്ന വിത്തായി മാറാതെ, ലൗകിക സുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയി വചനം മറക്കുന്ന മുള്ളുകൾക്കിടയിൽ വീഴുന്ന വിത്തായി മാറാതെ നല്ല നിലത്ത് വീഴാം. ജനിച്ച നമ്മൾ ഫലം തരണം. ഫലം 2 തരത്തിൽ തരാം. പൂവ് ഒരു പ്രത്യേകതരം ഫലം തന്നെയാണ്. സൗന്ദര്യം നിറഞ്ഞ ഒരു പൂവ് നമുക്ക് നൽകുന്നത് ആനന്ദമാണ്. അത്രയും നാൾ അത് വളർന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഫലമാണ് പൂവ്. പൂവായി മാറാം, ഫലമായി മാറാം, പഴം പോലുള്ള ഫലമായി മാറാം. അതും പ്രയോജനപ്രദമാണ്. പൂവ് പ്രയോജനപ്രദമാണ്, പഴങ്ങൾ പ്രയോജനപ്രദമാണ്. ഏതെങ്കിലും ഒരു പ്രയോജനമില്ലാതെ വെറും ഇലയും കൊമ്പും മാത്രമുള്ള മരമായി ജീവിച്ച് ഉണങ്ങി മരിക്കാതെ ഫലം പുറപ്പെടുവിക്കാം. അത് ഏത് വിധേനയാണെങ്കിലും വ്യത്യസ്ത തരം പൂവുകൾ പോലെയുള്ള ഫലം പുറപ്പെടുവിക്കാം, വ്യത്യസ്ത തരം പഴങ്ങൾ പോലെയുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ഇതെല്ലാം പ്രതിഭ എന്നുള്ളതിൻ്റെ സൂചനകളാണ്, മറ്റൊരർത്ഥങ്ങളാണ്. പൂവെന്ന് പറയുന്നത് പ്രതിഭയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രതിഭകളെ വളർത്തുക. ദൈവം നമുക്ക് നൽകി